വീശിടുന്നു മൗനമായി എന്റെ ഉള്ളറിഞ്ഞുവോ നീ എന്നെ കാത്തിരിക്കുവാ എന്നും ഓമനിക്കുവാ എന്നും എന്റേതാകുവാൻ. അതാറാ എന്റെ പെരടത്തിനകത്ത്? അണ്ണാ ഞാൻ എടാ നീ അവിടെ എന്തിനാണ് എന്റെ പെരടത്തിനകത്ത്? അണ്ണാ പശുവിന്റെ പുല്ല് പറിക്കുന്നേ അണ്ണാ. ഓ എന്തൊരു കൊതുകടായി. പശു യാത് പശു? നിന്റെ വീട്ടിലൊരു പോത്തൽ നടക്കണ. നീ ആ പുല്ലൊക്കെ അവിടെ ഇട്ട് കയറി വന്നാണ്. എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. പെട്ടെന്നാ ഓല എവിടെ ഇറാ? അണ്ണാ എവിടെ പോണണ്ണാ? എന്റെ വീട്ടിൽ കുറച്ച് പണിയുണ്ടാ. മറ്റേ ഇവനെ കൂടെ വിളിക്കുന്ന രമേശിനെ കൂടെ. ഏതിന്റെ പൈസ അണ്ണാ? മറ്റേ ഒരു പെണ്ണിനെ കുളിച്ചിറങ്ങി കൊണ്ടുവന്നില്ലേ? ഓ മറ്റേ സുനിത മോളെ വിളിച്ചോണ്ടെന്ന് അവളാണ്. ഓ അത് തന്നെ അണ്ണാ. അവളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഉള്ളതാണെന്ന് അറിഞ്ഞു വന്നാ. എന്താടാ? അവള് രണ്ട് കെട്ടിയതല്ലേ? വാ അവള് രണ്ട് കെട്ടിയത് തന്നെ. നീ ഇപ്പഴേ അറിയണത്? നീ മറ്റേ സുനീരം ഇളയമാന്റെ ആരും അറിഞ്ഞാളെ? നീ ചെറുക്കനെ മറ്റേ മെനങ്ങ വീടിപ്പിച്ച് വെച്ച് പിടിച്ചെന്നൊക്കെയാണ് പറയണ. ചായക്കടയിൽ അതൊക്കെയാണ് സംസാരം. അവനെ പിടിച്ച് അവനെ എടുത്തോണ്ട് നടന്ന ചെറുക്കനാണ്. എനിക്കറിയാ ചെറുക്കനെ. അവൻ വേറെവിടെയൊക്കെ പഠിക്കാൻ പോയിട്ട് വന്നപ്പോ ചെറുക്കന്റെ സ്വഭാവങ്ങളൊക്കെ മാറി. ചെറുക്കന്മാരൊക്കെ നശിച്ചറായി. ഈ തലമുറ പോണതാ പോട്ട്. ഇറയി ഇപ്പൊ എല്ലാ പിള്ളേരും ലഹരിക്ക് എല്ലാത്തിനും മദ്യത്തിന് കളിമേട്ടറായി. നമ്മളെ കാലം വരുന്ന കാലം. നമുക്ക് വൈകിട്ടൊരു പൈൻ്റ് എടുക്കണ്ടേടായി. എന്ത് പറയണ്? നമ്മള് വളർന്ന പോലെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര് വളർന്നത്. കാലങ്ങൾ മാറി. വൈകുന്നേരം നീ ഒരു 4:30 ആകുമ്പോ സിവിലിനോടെ കൊണ്ട് മാറി. വാ നമുക്കൊരു പൈൻ്റ് എടുത്ത് നമുക്ക് ഇരുന്നരിക്കാം. എല്ലാരും അടട മീശ കൗണ്ടറേ